മലയാള സിനിമയ്ക്കുള്ളതുപോലെ ഏറെ ആരാധകരുള്ള കരിക്കിന്റെ ഏറ്റവും പുതിയ സീരീസ് പൊരുളിന്റെ അനാലിസിസ് വീഡിയോ ആണ് സ്പോയിലേഴ്സ് ഡയറി. 1997 നടന്ന ഒരു ചൈൽഡ് മിസ്സിംഗ് കേസ്. അത് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കത്തുകൾ നിരന്തരം അയക്കുന്ന കുഞ്ഞിന്റെ അമ്മയായ മേരി. അച്ഛൻ മരണപ്പെട്ടുവെന്നും ഇനി കത്തുകൾ അയക്കരുതെന്നും നേരിൽ കണ്ട് പറയാനെത്തുന്ന രവി. ഒരു രാത്രി ആ നാട്ടിൽ തങ്ങുന്നതിൽ നിന്നും അയാൾക്കുണ്ടാകുന്ന സംശയവും ആ കേസ് മൂലം തനിക്കുണ്ടായ നഷ്ടങ്ങളും കൂടിയായപ്പോൾ ആ കേസ് പുനരന്വേഷിക്കാൻ രവി തീരുമാനിക്കുന്നു. അവിടെ നിന്നാണ് കഥയുടെ തുടക്കം. 4 എപ്പിസോഡുകളുള്ള ഈ സീരീസിൽ ആദ്യത്തെ 3 എപ്പിസോഡുകൾ വളരെയധികം നന്നായിരുന്നു. എടുത്തു പറയേണ്ടത് രവിയെ അവതരിപ്പിച്ച അനു കെ അനിയൻ, ആനിയെ അവതരിപ്പിച്ച ആൻ ജമീല സലീം, മേരിയെ അവതരിപ്പിച്ച മാല പാർവതി എന്നിവരുടെ പ്രകടന മികവാണ്. ഒരുപാട് ലെയേഴ്സുള്ള ക്യാരക്ടറൈസേഷൻ സ്ക്രിപ്റ്റിലും അഭിനയത്തിലും നന്നായിരുന്നു. പോരാത്തതിന് കഥ ഡിമാൻഡ് ചെയ്യുന്ന മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയും വിജയിച്ചിട്ടുമുണ്ട്. ആദ്യത്തെ 3 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം 4ാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല. കാരണം നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കുറ്റവാളി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണോ, അതോ സ്ക്രിപ്റ്റിലുണ്ടായ എന്തെങ്കിലും പാളിച്ചകളാണോ? മേരി എന്ന കഥാപാത്രത്തിലേക്ക് പോയാൽ അവരുടെ മാനസിക നിലയ്ക്ക് നല്ലത് കുഞ്ഞ് മരണപ്പെട്ടു എന്നറിയുന്നതിലാണോ, അതോ ജീവിതകാലം മുഴുവൻ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ നീറി കഴിയുന്നതിലാണോ? അതും കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നോർത്ത് കരഞ്ഞിരിക്കാതെ അവരെ കൊണ്ടാകുന്ന വിധം അന്വേഷിക്കുകയും പഠിച്ച് വക്കീലാകുകയും കുട്ടികൾക്ക് വേണ്ടി ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ചെയ്ത ഒരു സ്ട്രോങ് ലേഡിക്ക് ഇനി വേണു എന്ന പോലീസ് ഉദ്യോഗസ്ഥനിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അന്വേഷിച്ചു. അവസാനം സത്യം അറിഞ്ഞപ്പോൾ ജേക്കബിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എന്തിനാണ് അയാൾക്ക് ഇത്രയും കുറ്റബോധം? അതും കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയ ഒക്ടോബർ 16 എല്ലാ വർഷവും അമ്പലത്തിൽ പോയി കരയുവാനും ഒക്ടോബർ 16 ഭാര്യയെ അടിക്കാൻ കയ്യോങ്ങാനും മാത്രമുള്ള മാനസിക സംഘർഷം ഉണ്ടാകേണ്ട കാരണം എന്താണ്? ഇനി ജേക്കബ് എന്ന കഥാപാത്രത്തിലേക്ക് വന്നാൽ ഒരിക്കൽ ഭാര്യയുടെ മാനസിക നില വിചാരിച്ച് മൂടിവെച്ച സത്യം കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാതെയുള്ള അവരുടെ നീറിയുള്ള ജീവിതത്തിനും തനിക്ക് ബാക്കിയുള്ള മകളുടെ ജീവിതത്തിനും വലുതാണോ? വലുതാണെങ്കിൽ തന്നെ അതിനുള്ള കാരണം സ്ക്രിപ്റ്റിലും സ്ക്രീനിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. ഈ 3 കഥാപാത്രങ്ങളും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന രീതി മികച്ചതാണെങ്കിലും അവസാനം കൊണ്ടുവന്ന് കലമുളച്ചതുപോലെ ആയിപ്പോയി. ഈ വീഴ്ചയാണ് അവസാനത്തെ എപ്പിസോഡ് എനിക്ക് വർക്കാവാതെ പോകാനുള്ള കാരണം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ.